ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സോളാർ വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കുന്നതാര്? സർക്കാരോ മാധ്യമങ്ങളോ? സത്യത്തിനുമേൽ സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ സാമൂഹ്യ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്നു. ഈ സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലിയാമ്പതിയിലെ ഭൂമി കൈമാറ്റം നിയമവിരുദ്ധമെന്ന വിജിലൻസ് റിപ്പോർട്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി തേടിയില്ല. എസ്റ്റേറ്റിന്റെ പേരിൽ വ്യാജരേഖ നിർമ്മിച്ച് ദേശസാൽകൃത ബാങ്കിൽ നിന്ന് വൻ തുക വായ്പ നേടി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് വീണ്ടും തിരിച്ചടി. ഗാഡ്ഗിലിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കരുതെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം ദേശീയ ഹരിത ട്രിബ്യൂണൽ തള്ളി. KSRTCക്ക് ഡീസൽ സബ്സിഡി തുടരും. സബ്സിഡി പുനഃസ്ഥാപിച്ച ഹൈക്കോടതി വിധി റദ്ദാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. എണ്ണ കമ്പനികളും KSRTCയും ചർച്ച ചെയ്ത് ധാരണയിലെത്തണമെന്നും കോടതി. രാജ്യം ആശങ്കകരമാം വിധം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പ്രധാനമന്ത്രി. സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താൻ കൂടുതൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. പ്രതിപക്ഷ വിമർശം രാഷ്ട്രീയ പ്രേരിതമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ജയിലിൽ പോകേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിക്ക് അധികകാലം അധികാരത്തിൽ തുടരാനാവില്ലെന്ന് പിണറായി വിജയൻ. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഉമ്മൻചാണ്ടി. കുമളിയിൽ ക്രൂരപീഡനത്തിനിരയായ 5 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം തുടരുന്നു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കണ്ണൂർ ആലക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ഊർജിതം. പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം 5 പേർ റിമാൻഡിൽ. സോളാർ തട്ടിപ്പ് കേസിൽ ADGP ഹേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. കേസിൽ സരിത നായർ, ബിജു രാധാകൃഷ്ണൻ, ടെന്നി ജോപ്പൻ, ഷാലു മേനോൻ എന്നിവരുടെ അറസ്റ്റോടെ അന്വേഷണം സ്തംഭിച്ചു നിൽക്കുകയാണ്. ശ്രീധരൻ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനും നേർക്കാണ് അന്വേഷണം ഇനി നീങ്ങേണ്ടത്. സരിത നായരും ബിജു രാധാകൃഷ്ണനുമാണ് സോളാർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാർ. 30 കേസുകളാണ് ഇരുവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോന്നി സ്വദേശിയായ ക്രഷർ ഉടമ ശ്രീധരൻ നായരുടെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പൻ അറസ്റ്റിലായത്. ഈ കേസിലാണ് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സരിതയുടെയും ജോപ്പന്റെയും ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും അതിനുശേഷമാണ് പണം കൈമാറിയതെന്നുമാണ് ശ്രീധരൻ നായർ കോടതിയിൽ നൽകിയ രഹസ്യമൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെളിവെടുപ്പ് നടത്താനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്രീധരൻ നായരുടെ ആരോപണം ശക്തമായി നിഷേധിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. CCTV സ്ഥാപിച്ച കെൽട്രോണിനോട് അന്വേഷണ സംഘം ഇതിനാവശ്യപ്പെട്ടെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനാവില്ല എന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി നിശ്ചയിച്ച വിദഗ്ധ സംഘവും ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനാവില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. ശ്രീധരൻ നായരുടെ മൊഴി പുറത്തു വന്നതിന് ശേഷവും ജോപ്പനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഓഫീസിലെ ആരോപണ വിധേയരായ ജിക്കുമോൻ ജേക്കബിനെയും സലീം രാജിനെയും കേസിൽ പ്രതി ചേർത്തില്ല. ഇരുവരെയും ഒറ്റത്തവണ മാത്രമാണ് ചോദ്യം ചെയ്തത്. ചുരുക്കത്തിൽ സരിത നായർ, ബിജു രാധാകൃഷ്ണൻ, ഷാലു മേനോൻ, ജോപ്പൻ എന്നിവരുടെ അറസ്റ്റിൽ സോളാർ കേസ് സ്തംഭിച്ചു നിൽക്കുന്നു. ഇതിനൊക്കെ പുറമെ സോളാർ കേസിൽ എത്ര രൂപയുടെ തട്ടിപ്പാണ് നടന്നത്, ഇവർ തട്ടിയ പണം എങ്ങോട്ട് കൈമറിഞ്ഞു, ആർക്കൊക്കെ അതിന്റെ പങ്ക് കിട്ടി തുടങ്ങിയ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. മീഡിയ 1 തിരുവനന്തപുരം. സോളാർ തട്ടിപ്പ് കേസിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയും കുടുംബവും പൂജപ്പുര ജയിലിൽ പോകേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി നുണപരിശോധനയ്ക്ക് വിധേയനാകണമെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. തട്ടിപ്പ് പുറത്തു വന്നാലോ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. ഈ കോടിക്കെല്ലാം തന്നെ, ഈ തട്ടിപ്പ് നടത്തിയ കോടിക്കെല്ലാം തന്നെ കണക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നുണപരിശോധിക്കുവാൻ തന്നെ ഞാൻ വിധേയനാകാൻ തയ്യാറാണ് എന്ന് ശ്രീധരൻ നായർ പറഞ്ഞു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറില്ല. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് KM മാണിയുടെ നിലപാടറിയാൻ താൽപ്പര്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ നാറിയ ഭരണത്തിനൊപ്പം തുടരാനാണ് KM മാണിക്ക് താൽപ്പര്യമെന്നും അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അധികകാലം അധികാരത്തിൽ തുടരാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. രാജിവെക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കുറ്റബോധമാണ് മുഖ്യമന്ത്രിയെ അലട്ടുന്നതെന്നും പിണറായി ഡൽഹിയിൽ പറഞ്ഞു.
ഏതായാലും ഗവൺമെൻറ്റിന് അധിക നാൾ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തരത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ജനങ്ങൾ ശക്തമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും പ്രക്ഷോഭ രംഗത്താണ്. അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തറിന് സോളാർ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് BJP ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ആരോപിച്ചു. കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരാതിരിക്കാനാണ് ഷാഫി മേത്തർ രാജിവെച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പുറത്താക്കിയ ഗൺമാൻ സലിം രാജിന് 200 കോടി രൂപയുടെ ബിനാമി സ്വത്തുണ്ടെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി മേത്തർ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതായി ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോളാർ തട്ടിപ്പിൻ്റെ ആസൂത്രകന്മാരിൽ ഒരാൾ ഷാഫി മേത്തറാണ്. ഷാഫി മേത്തറും സോളാർ തട്ടിപ്പിലെ ഇപ്പോൾ പിടിക്കപ്പെട്ടവരുമായി നടത്തിയ ടെലിഫോൺ കോളുകളുടെയും മറ്റും വിശദാംശങ്ങൾ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറച്ചുവെക്കുകയാണ് പോലീസ്. ഷാഫി മേത്തർ സോളാർ തട്ടിപ്പിൽ ഇടപെട്ടതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാവണം. സോളാറിൽ തട്ടി സത്യം മറഞ്ഞു പോകുന്നതിന് ആരാണ് ഉത്തരവാദി? CR നീലകണ്ഠൻ സാമൂഹ്യ നിരീക്ഷകൻ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. രാജനും കൊച്ചിയിൽ നിന്ന് ചേരുന്നു. മുൻ ചീഫ് സെക്രട്ടറി M. വിജയനുണ്ണി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ CR നീലകണ്ഠൻ, സോളാർ വിഷയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ തൃപ്തികരമാണോ? അത് പുരോഗതിയിലാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് തൃപ്തികരമാവാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നേരത്തെ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് വേണമെന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായകമായ ആളുകളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ ചിലർ അറസ്റ്റിലായി, ചിലർ അറസ്റ്റിലാവാൻ നിൽക്കുന്നു. മാത്രമല്ല ശ്രീധരൻ നായരുടെ അടക്കമുള്ള മൊഴികൾ, നേരത്തെ പറഞ്ഞ സരിതയുടെ മറ്റു കാര്യങ്ങൾ. പക്ഷേ ഇത് പറയുമ്പോഴും അന്വേഷണം മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല എന്ന നമ്മളുടെ നിരീക്ഷണങ്ങൾ കറക്റ്റാണ്. കാരണം അടുത്ത് മുഖ്യമന്ത്രിയാണ് ചോദ്യം ചെയ്യേണ്ടത്. ADGPക്ക് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ എന്ത് സമ്മർദ്ദമാണ് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞ സമ്മർദ്ദം കൊണ്ടൊന്നും ഈ അന്വേഷണം മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആരാണ് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്? മാധ്യമങ്ങളോട് പോലും എനിക്കുള്ളൊരു പരാതി, ഇത് യഥാർത്ഥത്തിൽ ഒരു അഴിമതി അന്വേഷണമാണ്, ഒരു വഞ്ചനയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു മാനം വന്നിട്ടുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട രാത്രി ഫോൺ ചെയ്തോ, പകൽ ഫോൺ ചെയ്തോ, സ്ത്രീക്ക് ഫോൺ ചെയ്തോ, പുരുഷൻ ഫോൺ ചെയ്തോ, കേന്ദ്രമന്ത്രി ഫോൺ ചെയ്തോ എന്നുള്ള അർത്ഥത്തിലാണ്. അത്തരം ഒരു ഡൈവേർട്ട് ചെയ്ത് പോയി എന്നാണ് ഞാൻ വിചാരിക്കണേ. യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സമ്മർദ്ദം ശക്തമായി സത്യം കണ്ടെത്താനുള്ള കാര്യത്തിലാവണം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന സിംഗിൾ അജണ്ടയിൽ പ്രതിപക്ഷം നിന്നാൽ പോരാ, സത്യം കണ്ടെത്തണം. ജുഡീഷ്യൽ അന്വേഷണവും കാര്യമില്ല. കാരണം ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ലോകത്ത് ഒരു കാര്യവും ഒരിക്കലും ഒരു സത്യവും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വളരെ കൃത്യമായും ശ്രീ CR നീലകണ്ഠൻ ഒറ്റ കാര്യത്തിൽ വ്യക്തത. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലല്ല, അത് വഴി മാറ്റപ്പെട്ടിരിക്കുന്നു. അതിന് ഉത്തരവാദികളായി താങ്കൾ നിർത്തുന്നത് കേരളത്തിലെ മാധ്യമ സമൂഹത്തെയും പ്രതിപക്ഷത്തെയുമാണ്. അല്ല, എന്താ വെച്ചാൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി തനിക്കെതിരെ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഭരണകക്ഷത്തു നിന്ന് ഒരിക്കലും ഈ കേസ് അന്വേഷിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. വളരെ കൃത്യമാണ്, അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോൾ അവർക്ക് അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? കേരളത്തിലെ പ്രതിപക്ഷവും പൊതുസമൂഹവും മാധ്യമങ്ങളും സമ്മർദ്ദം ചെലുത്തണം. ആ സമ്മർദ്ദം വേണ്ട പോലെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി രക്ഷപ്പെട്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന അജണ്ടയിൽ നിന്നും മാറണം. മറിച്ച് ഇത് കൃത്യമായി അന്വേഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രം പോരാ. താങ്കളിലേക്ക് വരാം. ശ്രീ MG രാധാകൃഷ്ണൻ, അതുതന്നെയാണ് പലപ്പോഴും ഇതിൽ വിമർശിക്കപ്പെടാറുള്ള ഒരു സംഗതി. മാധ്യമങ്ങളുടെ ഈ രീതിയിലുള്ള ഇടപെടൽ, പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്യുന്നു, ഇതൊന്നും യഥാർത്ഥ പ്രശ്നത്തിന്റെ ഫോക്കസിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. നേരത്തെ ശ്രീ നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രാത്രിയിൽ വിളിച്ചു, തോളിൽ തൊട്ടു, ഉറക്കമുണർത്തി, ഫോട്ടോ എടുത്തു എന്ന രീതിയിലേക്കൊക്കെ ചർച്ച പോകുന്നത് എത്രമാത്രം അഭികാമ്യമാണ്? അത്തരം ചർച്ചകൾക്ക് പിറകെ മാധ്യമങ്ങളും പോകുന്നുണ്ടോ എന്ന സംശയം ഉദിക്കുന്നു. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നുള്ളത് മറ്റു സംശയമില്ല. ഇതൊരു വശത്ത് അഴിമതിയാണ്, മറുവശത്ത് അതിൽ ഒരു സ്ത്രീ സംബന്ധിയായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ MLA-മാരും ഒക്കെ എന്തിന് ഈ അർദ്ധരാത്രിയിൽ ഈ സ്ത്രീയുമായി ബന്ധം പുലർത്തിയെന്നും ഫോൺ ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഈ ക്രൈമിൻ്റെ രണ്ട് വശങ്ങളാണ്. അതിലൊരു വശം അഴിമതിയാണ്, മറുവശം സ്ത്രീ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്.
അല്ലെങ്കിൽ അപ്പോൾ അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ഒരുപക്ഷെ സ്ത്രീ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ കൂടുതൽ ആയിട്ടുള്ള ശ്രദ്ധ ചെലുത്തിപ്പോവുക എന്നുള്ളത് കേരളം പോലൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് പിന്നെ ലൈംഗികമായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം, അതിൻ്റെ പിന്നെ ചോദനകളെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൽ മാത്രമല്ല, ഞാൻ പറയുന്നത് ലോകം മുഴുവനായിട്ട് ഇതല്ലേ കാണുന്നത്. ബിൽ ക്ലിൻ്റൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അത് ലൈംഗികതയായിരുന്നു. അപ്പോൾ ലോകത്തിലെ ലോക സമൂഹം മുഴുവൻ, മാധ്യമങ്ങളെല്ലാം അതെല്ലാം ശ്രദ്ധിച്ചു. അപ്പോൾ അതൊരു മനുഷ്യ സഹജമാണ്. പക്ഷേ അതുകൊണ്ട് ഒന്നിനെ കവിഞ്ഞ് മറ്റൊന്ന് പോകുന്നത് ഒരുപക്ഷെ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക സെൻസേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എറോട്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യം സ്വാഭാവികമാണ്. ഈ ദിവസങ്ങളിലുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സോളാർ വിഷയത്തിലെ കേന്ദ്ര പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ, അതിന്റെ അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ ശരിയായി നിർണ്ണയിക്കപ്പെടാതെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു വശത്ത് മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദികളാണെന്ന് CR നീലകണ്ഠനെ പോലെയുള്ളവർ പറയുന്നു. മാധ്യമ പ്രവർത്തകന്റെ റോൾ ഈ വിഷയത്തിൽ എന്താണ്? എവിടെ വെച്ചാണ് അത് തെറ്റിപ്പിരിഞ്ഞു പോയത്? അല്ല, അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ മാധ്യമങ്ങളുടെ നിരന്തരമായ ശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇന്നൊരു പക്ഷേ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളുടെ ഒരുപക്ഷെ ചിലപ്പോൾ അമിതമായ ശ്രദ്ധ ചെലുത്തിയെന്നിരിക്കാം, ചിലപ്പോൾ കൂടുതൽ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചെന്നിരിക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷേ നിരന്തരമായിട്ടുള്ള ഒരു ശ്രദ്ധ ഈ പ്രശ്നത്തിൽ നിലനിർത്തിയത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അസാധാരണമായിട്ടുള്ള ഒരു ശ്രമം. അത് ഈ പണ്ടൊക്കെ ആണെങ്കിൽ ചില പത്രങ്ങൾ, ചില അച്ചടി മാധ്യമങ്ങൾ, 1-2 പത്രങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളെ വഴിതിരിക്കാനും തമസ്കരിക്കാനും കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഗവൺമെന്റുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ പോലും ടെലിവിഷൻ ചാനലുകൾ ഒരു വശത്തൂടെയും പത്രങ്ങൾ മറുവശത്തൂടെയും പോകുന്നത്, ടെലിവിഷൻ ചാനലുകൾ ഈ പ്രശ്നത്തെ വളരെ വളരെ സീരിയസ് ആയിട്ട് വളരെ തുടർച്ചയോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ കൈകാര്യം ചെയ്ത രീതികളെക്കുറിച്ച് നമുക്ക് വിമർശിക്കാം. പക്ഷേ ഈ പ്രശ്നം സമൂഹത്തിന് മുമ്പിൽ സജീവമായി നിലനിർത്തുകയും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രശ്നങ്ങളുടെ പ്രതികൾ, വളരെ ശക്തരായിട്ടുള്ള പ്രതികൾ ഒന്നൊന്നായി പുറത്തു വരുന്നതും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ മാധ്യമങ്ങളുടെ നിരന്തരമായ ശ്രദ്ധ. ഒരുപക്ഷെ പൊതുസമൂഹവും ഇവിടുത്തെ ബുദ്ധിജീവി വൃന്ദമാണ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. മാധ്യമങ്ങളുടെ മാത്രം ഒരു പോലീസ് മാറി നിൽക്കുന്നു, ഭരണാധികാരികൾ ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നക്കാർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾ ഏറെക്കുറെ ഒറ്റക്കെട്ടായി സജീവമായി ഈ രംഗത്ത് നിലനിൽക്കുന്നത് അവരുടെ വിമർശനങ്ങളെല്ലാം അംഗീകരിച്ചു